ഗൈസ്. അപ്പോൾ ഇന്ന് നമ്മൾ പോത്തുള്ളതാ ഈ പാറൻ്റെ അവിടെ തന്നെ പിന്നെ മേയിച്ചിട്ടത് അവിടെ തന്നെ തളച്ചിട്ടുണ്ട്, തളയ്ക്കാവുന്ന കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അത് അവർക്കുള്ള തവിടും അവിടെ തന്നെ കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ടതാ. അപ്പോൾ തവിട് കൊണ്ടുപോവാണ്. കാരണം ഇവരിങ്ങനെ കെട്ടിയിടുമ്പോൾ നന്നായി മേഞ്ഞ് വയറ് നിറയ്ക്കുന്നുണ്ട്. നമ്മൾ വീട്ടിൽ തൊഴുത്തിൽ ഇവർ മേഞ്ഞ് വന്ന് തൊഴുത്തിലാണ് സാധാരണ കെട്ടിയിട്ട് തവിടും വെള്ളമൊക്കെ കൊടുക്കാറ്. പക്ഷെ അങ്ങനെ നിൽക്കുമ്പോൾ ഇവർ വൈക്കോല് മാത്രമല്ല തിന്നണുള്ളൂ. ഇങ്ങനെ ആകുമ്പോൾ ഇവർക്ക് ഈ പറമ്പിൽ മേയുകയും ചെയ്യാം, ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യാം. അപ്പോൾ അത് അവർക്കുള്ള തവിട് നമ്മൾ കലക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോ പാത്രത്തിലാക്കി കൊടുത്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇതാ കണ്ടവൻ്റെ തവിടുകളൊക്കെ. അപ്പോൾ ഇവിടെ തന്നെ നിന്ന് ഒരു തവിട് നിന്ന് അവിടെ തന്നെ നിന്ന് മേയട്ടെ. അപ്പോൾ 3 ആൾക്കും തവിട് വെച്ച് കൊടുക്കുന്നുണ്ട്. കാരണം ഇവന് നല്ല ബലമുള്ള മരത്തിലോ അങ്ങനെ എവിടെയെങ്കിലും കെട്ടിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഇവർ നമ്മൾ ഈ ചെടിയിലൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ ഇവരത് വലിച്ചിട്ട് ഓടും, പ്രത്യേകിച്ച് ചെമ്പൻ പോത്ത്. അതുകൊണ്ട് പിന്നെ ഇങ്ങനെയുള്ളവിടെ കെട്ടും. ഇവിടെ ആകുമ്പോൾ ഇവർക്ക് ഇങ്ങനെ വട്ടത്തിലിങ്ങനെ മേയുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. വേണ്ട 3 ആളിപ്പോൾ ഇവിടെ തന്നെ മേഞ്ഞ് ഇവിടെ തന്നെ കിടക്കുകയും ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മളുടെ പോത്തുവിടൽ പറഞ്ഞതാണ്. ഹൗസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ പോത്തുവിടൽ. കാര്യം ഇവർ മേഞ്ഞ് താഴത്തേക്ക് പാടത്തേക്ക് ഓടിയിട്ട് അവിടുന്ന് പിള്ളേരാണ് ഇവിടേക്ക് കൊണ്ടാക്കിയത്. അപ്പോൾ ഇത് അവർക്ക് തവിടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമുക്കൊരു സ്ഥലം വരെ പോകാനുണ്ട്. അപ്പോൾ നമ്മുടെ ഷോർട്സിൽ വരും. അപ്പോൾ നമ്മുടെ പോത്തുകൾ മേഞ്ഞ് തവിടൊക്കെ തിന്ന് നിൽക്കട്ടെ ഗൈസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ വീഡിയോ ഇന്ന്. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ പോത്ത് ജീവിതത്തിൽ ഇന്ന് നമ്മുടെ പോത്തുകളിൽ നമ്മൾ ഈ പറമ്പിൽ കെട്ടിയിട്ടതും ഇതുകൾക്ക് തീറ്റ കൊടുത്തതൊക്കെയാണ്. ഇവിടെ ഫുൾ ചളിയാണ്, അതാണ് അങ്ങോട്ട് പോകാത്തത്. അതാ വേറൊരാൾ. അപ്പോൾ അവർക്ക് വെള്ളമൊക്കെ കൊടുത്ത് കുറച്ച് വൈക്കോലും കൂടെ ഇട്ട് കൊടുക്കാൻ പോകുന്നുണ്ട്. ഇവിടെ തന്നെ എന്നാലും അപ്പൂന് ഭയങ്കര സമാധാനക്കേടാണ്. ഇവർക്ക് വെറുതെ തിന്നുകൊണ്ടിരിക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. അപ്പോൾ അവർക്ക് 3 ആൾക്കും വൈക്കോലും കൂടെ ഇട്ട് കൊടുക്കണം. വെള്ളമാണ് മഴ പെയ്തിട്ട്. ഗൈസ്, എനിക്ക് ചെറിയ തൊണ്ടവേദനയും ജലദോഷമൊക്കെയാണ്, അതുകൊണ്ട് ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുന്നത്. നമ്മളെപ്പോഴും മേയുന്നത് മാത്രമല്ല കാണിക്കാറ്. അപ്പോൾ നമ്മളുടെ പോത്തുകളെ നമ്മളിങ്ങനെയൊക്കെയാണ് പരിപാലിക്കുന്നത്. അവർക്കുള്ള വെള്ളവും തവിടൊക്കെ നമ്മൾ തൊഴുത്തിൽ തന്നെയായിരുന്നു കേട്ടോ. ഇപ്പോൾ 2 ദിവസമായിട്ടാണ് നമ്മളിങ്ങനെ കൊടുത്തു തുടങ്ങിയത്. കാരണം ഇവരിങ്ങനെ നിന്ന് നമ്മൾ തൊടിയിലൊക്കെ കെട്ടിയിട്ട് ഇവരെ മേയ്ക്കുമ്പോൾ ഇവർ നന്നായിട്ട് മേഞ്ഞ് വയറ് നിറയ്ക്കുന്നുണ്ട്. നമ്മൾ തൊഴുത്തിൽ കെട്ടിയിടുമ്പോൾ ഇവർക്ക് മേയാനും ഇല്ലല്ലോ. ഇവിടെ ആകുമ്പോൾ ഇവർക്ക് മേഞ്ഞ് വയറ് നിറച്ച് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അതാ അവർക്ക് വൈക്കോലും തീറ്റയൊക്കെ കൊടുത്ത് അവിടെ കെട്ടിയിട്ടുണ്ട്. ഇനിയൊരു ഉച്ചയാകുമ്പോഴും നമ്മൾ വീണ്ടും അവർക്ക് തീറ്റയോ വെള്ളവും കൊടുക്കും. പിന്നെ നമ്മളൊരു 3:30 അല്ലെങ്കിൽ 2:30 ടൈമിൽ ഇവരെ വീണ്ടും അഴിച്ചു വിട്ട് മേയ്ച്ചൊരു 5:30 ആകുമ്പോഴാണ് വീണ്ടും കെട്ടിയിടുക. അഴിച്ചു വിടാൻ വൈകിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് വൈകിട്ടേ കെട്ടിയിടുള്ളൂ. അപ്പോൾ അതാ അവർക്ക് മേട്ടെ. അപ്പോൾ അവിടെയൊക്കെ തന്നെ വൈക്കോലും മുന്നോട്ട് നിൽക്കുന്നുണ്ട്. തവിട് കൊടുത്ത് പാത്രം എടുത്തിട്ടില്ലേ? പാത്രം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ തിന്നിട്ട് വൈക്കോലിൽ നിന്ന് മേഞ്ഞ് ഇവിടെ തന്നെ നിൽക്കട്ടെ. അപ്പോൾ ഗൈസ്, ഇത്രയേ ഉള്ളൂ നമ്മുടെ വീട്. എപ്പോഴും നമ്മൾ പോത്തിനെ മേയ്ക്കണതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിതാ ഈ പറമ്പിൽ ഇവിടെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ അവർ ഇവിടെ തന്നെ മേഞ്ഞ് വൈക്കോലൊക്കെ തന്നെ ഇവിടെ തന്നെ നിൽക്കട്ടെ. തീറ്റയും ഇവിടെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അടുത്ത് തന്നെയാണ്, നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഒരു വീഡിയോ കഴിഞ്ഞിരിക്കും. ബൈ.